കാലിയായി കിടക്കുന്ന ഖജനാവിന് ജീവൻ നൽകാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് പകരം കിട്ടേണ്ട പണം കൂടി ഇല്ലാതാക്കുന്ന പ്രവർത്തികളാണ് പിണറായി വിജയനും കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുമസ് പുതുവത്സര ബമ്പർ ലോട്ടറിയുടെ ആകെ സമ്മാന തുക വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ലോട്ടറി ഏജന്റുമാരുടെ വ്യാപക പ്രതിഷേധത്തെ തുടർന്നാണ് സമ്മാന തുക കുറയ്ക്കാനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിച്ചത്. 9.31 കോടി രൂപ വെട്ടിക്കുറയ്ക്കാനുള്ള സർക്കാർ നീക്കമാണ് സർക്കാരിന് തന്നെ തിരിച്ചടിയായിരിക്കുന്നത്. വൻ വരുമാന നഷ്ടമാകും സർക്കാരിന് ഇതിലൂടെ നേരിടേണ്ടി വരിക. ലോട്ടറി ഏജന്റുമാരുടെ വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് വിജ്ഞാപനം റദ്ദാക്കി സമ്മാന തുകയും കമ്മീഷനും പുനഃസ്ഥാപിച്ചുവെങ്കിലും അച്ചടിച്ച 12 ലക്ഷത്തോളം ടിക്കറ്റുകൾ ഉപേക്ഷിക്കേണ്ടതായി വരികയും ചെയ്തു. കൂടാതെ 10 ദിവസത്തിലധികം വൈകിയാണ് ലോട്ടറി വിപണിയിൽ എത്തുന്നത് എന്നതും സർക്കാരിന് തിരിച്ചടിയായി മാറുക തന്നെ ചെയ്യും. ഈ മാസം 5-ന് പൂജാ ബമ്പർ നറുക്കെടുപ്പിന് പിന്നാലെ വിപണിയിൽ എത്തേണ്ടിയിരുന്നതാണ് ക്രിസ്മസ് ബമ്പർ. എന്നാൽ ഈ ലോട്ടറി ഇപ്പോഴും ഇറക്കാനായിട്ടില്ല. സമ്മാന തുക കുറയ്ക്കാനുള്ള സർക്കാർ നീക്കമാണ് സർക്കാരിന് തന്നെ വിനയായിരിക്കുന്നത്. എത്രയും വേഗം അച്ചടി പൂർത്തിയാക്കി പുതിയ ടിക്കറ്റ് ഇറക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ലോട്ടറി ഡയറക്ടറേറ്റ്. ശബരിമലയിലേക്കും മറ്റും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തർ എത്തുന്ന ഈ സമയത്ത് ടിക്കറ്റ് വിപണിയിൽ എത്തിക്കാത്തത് വൻ വരുമാന നഷ്ടത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത്. വൻ വിൽപ്പന നടക്കേണ്ട സമയം കൂടിയാണ് ഇത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴാണ് പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നായ ബമ്പർ ടിക്കറ്റിന്റെ വിതരണം സർക്കാർ തന്നെ അവതാളത്തിലാക്കിയത്. 5000, 2000, 1000 രൂപ സമ്മാനങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ച് ഈ മാസം 4-ന് സർക്കാർ ഇറക്കിയ വിജ്ഞാപനമാണ് പ്രശ്നങ്ങൾക്കെല്ലാം വഴിവെച്ചത്. സമ്മാന തുകയിലെ കുറവിന് പുറമെ ഏജന്റുമാർക്കുള്ള കമ്മീഷനും 93.16 ലക്ഷം രൂപ വെട്ടിച്ചുരുക്കി. ഇത്തരത്തിൽ 30 ലക്ഷം ടിക്കറ്റ് അച്ചടിക്കാൻ ഓർഡറും നൽകി. എന്നാൽ പ്രതിഷേധം ഉയർന്നതോടെ സമ്മാന തുക കുറച്ചതിനെതിരെ ലോട്ടറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ TB സുബൈർ ലോട്ടറി ഡയറക്ടർക്ക് കത്തയച്ചു. ഒടുവിൽ കഴിഞ്ഞ ക്രിസ്തുമസ് ബമ്പറിന്റെ അതേ സമ്മാന ഘടനയിൽ വീണ്ടും ടിക്കറ്റുകൾ അച്ചടിക്കാൻ കഴിഞ്ഞ വ്യാഴാഴ്ച സർക്കാർ പുതിയ വിജ്ഞാപനവും ഇറക്കി. അപ്പോഴേക്കും അച്ചടിച്ചു പോയ 12 ലക്ഷത്തോളം ടിക്കറ്റുകൾ വിപണിയിൽ ഇറക്കേണ്ട എന്നും തീരുമാനിച്ചു. ടിക്കറ്റിന്റെ പിന്നിൽ സമ്മാന ഘടനയുടെ വിശദാംശങ്ങൾ ഉള്ളതിനാൽ ഇതിനകം അച്ചടിച്ച് ഉപേക്ഷിക്കാതെ വഴിയില്ലായിരുന്നു. 20 കോടി രൂപയാണ് ടിക്കറ്റിന്റെ ഒന്നാം സമ്മാനം. 400 രൂപയാണ് ടിക്കറ്റിന്റെ നിരക്ക്. ഏറ്റവും കുറഞ്ഞ സമ്മാന തുകയും 400 രൂപ തന്നെയാണ്.